ഇപ്പം കെമിക്കൽ കൈനറ്റിക്സിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റേറ്റ് ഇക്വേഷൻസ്, ഹാഫ് ലൈഫ്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് തുടങ്ങിയ മൂന്നെണ്ണമാണ് കെമിക്കൽ കൈനറ്റിക്സിന്റെ പാർട്ട് 2 പഠിക്കുക. പാർട്ട് 1ന്റെ നോട്ട്സും MCQസും ക്വസ്റ്റ്യൻസും എല്ലാം പഠിച്ച് തെറോ ആയതിനു ശേഷം പാർട്ട് 2 വരിക. റേറ്റ് ലോ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് റേറ്റ് ലോ രണ്ട് തരത്തിലുണ്ട്. റേറ്റ് ലോ ക്യാൻ ബി ഡിഫറൻഷ്യൽ ഫോം ആൻഡ് ദി ഇന്റഗ്രൽ ഫോം. അപ്പം ഇത് പൊതുവെ ചോദിക്കില്ല, പക്ഷെ ഫോർ ദ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് റേറ്റ് ലോ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറൻഷ്യൽ ഫോം ആൻഡ് ദി ഇന്റഗ്രൽ ഫോം. ആൻഡ് ഇൻ ദ ഡിഫറൻഷ്യൽ ഫോം ഇറ്റ് ഷോസ് ഹൗ ദ റിയാക്ഷൻ റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ. എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക എന്നതാണ് ഡിഫറൻഷ്യൽ ഫോമിൽ കാണിക്കുന്നത്. Whereas a rate law in the integral form means how the concentration of the reactants change with the time. ടൈമിലുള്ള ഡിഫറൻസ് കോൺസെൻട്രേഷന്റെ ചേഞ്ചിനെ നമ്മൾ ഇന്റഗ്രൽ ഫോമിലും കോൺസെൻട്രേഷനും റേറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിലുമാണ് കാണിക്കുക. അതാണ് ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള രണ്ട് ഡിഫറൻസസ്. സോ ഡിഫറൻഷ്യൽ ഫോമിൽ റിയാക്ഷൻ റേറ്റും കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് മാത്രമേ ഉള്ളൂ. ഇന്റഗ്രൽ ഫോമിൽ വരുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ വിത്ത് ടൈം. ഇപ്പൊ ഇവിടെ ടൈം, ഇവിടെ കോൺസെൻട്രേഷൻ വിത്ത് റേറ്റ്. ഇത് തമ്മിലാണ് ഉള്ള മേജർ ഡിഫറൻസ്, ഡിഫറൻഷ്യലും ഇന്റഗ്രൽ ഫോം. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻസ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ രണ്ടും ഡിഫറൻഷ്യൽ ഫോമും പഠിക്കും, ഇന്റഗ്രൽ ഫോം പഠിക്കും. അപ്പൊ സീറോ ഓർഡറിന്റെ ഡിഫറൻഷ്യൽ ഫോം നമ്മൾ പഠിക്കുമ്പോൾ അതിലാകെ കാണിക്കുന്നത് റിയാക്ഷൻ റേറ്റും കോൺസെൻട്രേഷനും മാത്രമായിരിക്കും. ആ ഡിഫറൻഷ്യൽ ഫോമിൽ ടൈമുമായിട്ടുള്ള യാതൊരു ബന്ധവും കാണിക്കില്ല. അതേസമയം സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രൽ ഫോം നമ്മൾ നോക്കുമ്പോൾ അതിൽ വിത്ത് ടൈം ഉണ്ടാവും, റിയാക്ടൻസ് ചേഞ്ച് വിത്ത് ടൈം ഉണ്ടാകും. അതിൽ മാത്രം നമുക്ക് ടൈം ആയിട്ടുള്ള ചേഞ്ച് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലും ഒക്കെ ഇതാണ് ഡിഫറൻസ്. നമ്മൾ ആദ്യം സീറോ ഓർഡർ റിയാക്ഷൻസ് പഠിക്കും. അപ്പൊ എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻസ്, എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്? പാർട്ട് 1 നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. എന്താണ് നമ്മുടെ കോൺസെൻട്രേഷനിൽ ഉള്ള പവർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മളെ ഓർഡർ. അത് എക്സ് വൈ, അതിന്റെ പവറിലുള്ള എക്സും വൈയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 0 വരുമ്പോൾ അത് സീറോ ഓർഡർ റിയാക്ഷൻസും, അത് ആഡ് ചെയ്യുമ്പോൾ 1 വന്നാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്, ആഡ് ചെയ്യുമ്പോൾ 2 വന്നാൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് സീറോ ഓർഡർ റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസും മാത്രമാണ്. ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സീറോ ഓർഡർ റിയാക്ഷൻസ്. Zero order reactions means that the rate of the reaction is proportional to zero power of the concentration of the reactants. ഇതിൽ അടങ്ങിയിരിക്കുന്ന റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ റേസ് ടു 0 ആയിരിക്കും. പാർട്ട് 2 നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തു, ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തു. ഇനിയും ഇതിന്റെ മേജർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഇന്റഗ്രൽ ഇക്വേഷൻസിലേക്കാണ് കടക്കുന്നത്. ബേസിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ സീറോ ഓർഡർ റിയാക്ഷൻസ് നോക്കൂ, എ പ്രോഡക്റ്റ് ആവുന്നു അല്ലെങ്കിൽ റിയാക്ടൻസ് പ്രോഡക്റ്റ് ആവുന്നു. അപ്പം ഈ എയുടെ കോൺസെൻട്രേഷൻ എടുത്തു കഴിയുമ്പോൾ, മോളാർ കോൺസെൻട്രേഷൻ എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ പവർ എന്തായിരിക്കും? റേസ് ടു 0 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, സീറോ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻസ്. A reaction is said to be zero order if its rate is independent of the concentration of the reactants. അതായത് നമ്മൾ ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 0 ആകുമ്പോൾ ഇത് യാതൊരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല റേറ്റിനെ. ഈക്വൽ ടു നോക്കുമ്പോൾ കെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. എനിത്തിങ് റേസ് ടു 0 ഇസ് 1. അതുകൊണ്ട് ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എവിടെ പോയി? ഇവിടെ ഇല്ല. ഇത് ഇൻഡിപെൻഡന്റ് ആണ്. മോളാർ കോൺസെൻട്രേഷനെ യാതൊരു തരത്തിലും ഇത് ബാധിക്കുന്നില്ല. ഇത് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്. നോക്കൂ, ദ റേറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു ദ സീറോത്ത് പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ. സീറോത്ത് പവർ ആയതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ എവിടെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? റേറ്റ് കോൺസ്റ്റന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ ദ റിയാക്ഷൻ എ ഗിവ്സ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ റിയാക്ടൻസ് ഗിവ്സ് ദ പ്രോഡക്റ്റ്, റേറ്റ് ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ ആകെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? കെ, റേറ്റ് കോൺസ്റ്റന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതിന് ഏറ്റവും എളുപ്പത്തിലും NCERT-യിലുള്ള എക്സാമ്പിൾസ് ആണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, ഹെട്രോജീനിയസ് റിയാക്ഷൻസ് ഒക്കെ. NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് ആണ് ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ടത്. കാരണം MCQ ക്വസ്റ്റ്യൻസിന് അത് തന്നെയായിരിക്കും ഓപ്ഷൻസിൽ ഉണ്ടാവുക. അപ്പൊ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്, ഹെട്രോജീനിയസ് റിയാക്ഷൻസ് ഒക്കെ സീറോ ഓർഡർ ആണ്. സച്ച് റിയാക്ഷൻസ് ആർ നോട്ട് കോമൺ. ഈ സീറോ ഓർഡർ റിയാക്ഷൻസേ അത്ര കോമൺ അല്ല. കാരണം കോൺസെൻട്രേഷനെ ബാധിക്കാത്ത തരത്തിൽ റേറ്റ് കൊണ്ടുപോകുന്ന ഇക്വേഷൻസിനാണ് നമ്മൾ ഇത് പറയുക. അവിടെ റേറ്റ് കോൺസ്റ്റന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഓർക്കൂ, 10 സാധനം എടുത്താലും 20 എടുത്താലും 100 എടുത്താലും യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നതാണ് ഈ സീറോ ഓർഡർ റിയാക്ഷൻസിൽ പറയുന്നത്. കണ്ടോ, ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ബാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസ് ഭയങ്കര കുറവാണ്, അതൊട്ടും കോമൺ അല്ല. അടുത്തതായിട്ട് ഈ പാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഗ്രാഫ്. നമ്മൾ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. നമ്മൾ അറിയാം, നമ്മുടെ ഗ്രാഫിൽ y = mx + e എന്നാണ് ഫോർമുല വരിക. അതിൽ സ്ലോപ്പ് നോക്കൂ, കെ ആണ് സ്ലോപ്പ് ആയിട്ട് വരിക, വിച്ച് ഇസ് നെഗറ്റീവ് സ്ലോപ്പ്.
കെ എന്താണ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സ്ലോപ്പ് താഴോട്ട് പോകുന്ന കണ്ടോ, കെ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് സ്ലോപ്പ്. അതാണ് ഇവരുടെ സ്ലോപ്പ് വരിക. കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിൽ വരച്ചാൽ സ്ലോപ്പ് എന്താണ് മൈനസ് കെ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് കെ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് മൈനസ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇന്റർസെപ്റ്റ് എന്താ വരിക, R0. R0 എന്ന് പറയുമ്പോൾ റിയാക്ടൻസ് അറ്റ് സീറോ കോൺസെൻട്രേഷൻ. അവിടെ ഇനിഷ്യലി തുടങ്ങുമ്പോൾ ഉള്ള കോൺസെൻട്രേഷനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ സീറോ ഓർഡറിന്റെ ഗ്രാഫ് അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമാണ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ. സീറോ ഓർഡർ എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ആണ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിലേക്ക് കടക്കുമ്പോൾ എന്താണ്, ഇതിന്റെ പവർ 1 വരണം. അങ്ങനത്തെ റിയാക്ഷൻസ് ആണ് നമ്മൾ ഓൾറെഡി പാർട്ട് 1 പഠിച്ചു. അപ്പം ഏതൊരു റിയാക്ഷൻ എടുക്കുമ്പോഴും അതിന്റെ ഓർഡർ നോക്കുമ്പോൾ ഫസ്റ്റ് വരണമെങ്കിൽ 0, 1 അല്ലെങ്കിൽ റേസ് ടു ദ സം എന്തായിരിക്കും, പവർ 1 ആയിരിക്കും. എക്സ് റേസ് ടു വൈ ഗിവ്സ് 1. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് എ റിയാക്ഷൻ whose rate depends upon the reactant concentration raised to the first power 1. A gives B അല്ലെങ്കിൽ reactants give product. അത് എഴുതുമ്പോൾ റേറ്റ് ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ കോൺസ്റ്റന്റ് കണ്ടോ, റേറ്റ് കോൺസ്റ്റന്റ്, അത് കഴിഞ്ഞിട്ട് കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1, ഒന്നും ഇല്ലെങ്കിൽ അത് എന്താണ് 1 ആണ്, ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ, സി എന്താ കോൺസെൻട്രേഷൻ, K1 റേറ്റ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ K1 എന്ന് പറയുന്നത്. ഇതായിരിക്കും ഇതിന്റെ റേറ്റ് ഇക്വേഷൻ. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, മൈനസ് എന്തുകൊണ്ട് വന്നു, ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ. എപ്പോഴും റിയാക്ടൻസ് കുറയും, പ്രോഡക്ട്സ് കൂടും. അപ്പൊ റിയാക്ടൻസിന്റെ സൈഡിൽ നിന്ന് എഴുതുമ്പോൾ എപ്പോഴും മൈനസ് ഉണ്ടാവണം, മൈനസ് dA/dt. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ ഒരിക്കലും മറക്കരുത്, സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കോൺസെൻട്രേഷൻ ടേം കാണിക്കുന്നത്, അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ ആണെന്ന് എടുത്തെടുത്ത് പറയുന്ന ഒരു ടെക്നിക്കൽ സംഭവമാണ് ഈ സ്ക്വയർ കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് സൈൻ കുറയുന്നു എന്ന് കാണിക്കുകയാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കുറയുന്നു, വീണ്ടും കാണിക്കുകയാണ് കോൺസെൻട്രേഷൻ കുറയുന്നു, -dt K1C. ഇതാണ് ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോം ആയിട്ട് വരിക. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എന്ത് വരുന്നുണ്ട്, ഡിപ്പെൻഡിങ് ആണ്, കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഫൈനലി എന്തുണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട്. അതേസമയം ഇവിടെ അതുണ്ടോ, ഇല്ല. അതുകൊണ്ടാണ് ഇത് ഇൻഡിപെൻഡന്റും ഇത് ഡിപ്പെൻഡന്റും ആവുന്നത്. സീറോ ഓർഡറിൽ ഇൻഡിപെൻഡന്റ് ആണ്, ഫസ്റ്റ് ഓർഡറിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കോൺസെൻട്രേഷനിൽ. മോളാർ കോൺസെൻട്രേഷൻ ആദ്യം എത്ര എടുക്കുന്നു എന്നുള്ളത് ഫസ്റ്റ് ഓർഡറിൽ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു ഡിഫറൻഷ്യൽ ലോയില് കോൺസെൻട്രേഷൻ റേറ്റും ഒക്കെ തമ്മിലെ ബന്ധമുള്ളൂ. ഇന്റഗ്രേറ്റഡ് ലോയിൽ മാത്രമാണ് ടൈമുമായിട്ട് ഉണ്ടാവുന്ന ഡിഫറൻസ്. നമ്മൾ സ്പീഡ് പഠിച്ചു, നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിന്റെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പഠിച്ചു റേറ്റ്, അത്ര സമയത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു, എത്ര മുന്നോട്ട് പോയി റിയാക്ഷൻ. അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ് ടൈം എന്നത്. ടൈമിൽ എത്ര സംഭവിച്ചു അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. വി ഓൾറെഡി നോ ദ റേറ്റ് ലോ ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. റേറ്റ് എത്രയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം, Kc നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ K മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ എ. അപ്പൊ കാൽക്കുലസ് വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വലിയ വലിയ നോട്ട്ബുക്കിൽ നിങ്ങൾ പഠിച്ച സാധനങ്ങളൊന്നും CVTക്ക് ചോദിക്കില്ല, ഇന്റഗ്രേഷനോ എങ്ങനെ ഇന്റഗ്രേറ്റഡ് ആയി. ജസ്റ്റ് യു ഹാവ് ടു ലേൺ ദിസ് ഫൈനൽ ഇക്വേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും ന്യൂമറിക്കൽസ് ചെയ്യാനും പഠിക്കുക, പിന്നെ കോൺസെപ്റ്റും. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഫസ്റ്റ് ഓർഡർ ഇക്വേഷനിൽ എത്തിക്കഴിയുമ്പോൾ ലോഗ് ആണ് കണ്ടോ, ലോഗ് എ അറ്റ് സീറോ കോൺസെൻട്രേഷൻ അഥവാ ആ പർട്ടിക്കുലർ റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഉള്ള ടൈം സീറോയിലുള്ള മോളാർ കോൺസെൻട്രേഷൻ. തൊട്ട് താഴെ എന്താ വന്നേ, മോളാർ കോൺസെൻട്രേഷൻ അറ്റ് ടൈം ടി, പെർട്ടിക്കുലർ ടിയിലെ മോളാർ കോൺസെൻട്രേഷൻ ആണ് ഈ എ ആയിട്ട് വരിക, ഈസ് ഈക്വൽ ടു K വിച്ച് ഇസ് ദ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടൈം ടി. അപ്പൊ എന്താണ്, മോളാർ കോൺസെൻട്രേഷൻ അറ്റ് ടൈം സീറോ, ആ പർട്ടിക്കുലർ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള സമയം, അറ്റ് ടി അവർ ഏത് സമയമാണോ പറയുന്ന ആ സമയത്തിലുള്ളതും കൂടെ ചേർത്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ വരുന്നത്. എന്താണ് നാച്ചുറൽ ലോ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് ടൈം സീറോ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് ടൈം ടി വിച്ച് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെയും ടൈം ടിയും. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നോക്കിക്കേ, വേർ സെയിം സംഭവം തന്നെ കൊടുത്തിരിക്കുന്നത്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് ടൈം സീറോ, molarity of A at time 0 at time t, in case the rate constant for the reaction. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ. ഇതിൽ എന്തുമായിട്ട് വരുന്നുണ്ട്, ടൈം ഡിപ്പെൻഡൻസ് വരുന്നുണ്ട്, റേറ്റ് ഉണ്ട്, മോളാർ കോൺസെൻട്രേഷൻ ഉണ്ട്. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോന്റെ പ്രത്യേകത. അതേസമയം ഡിഫറൻഷ്യൽ നമുക്ക് ടൈം ഉണ്ടോ, ഇല്ല. ഇതിൽ നിന്ന് നമുക്ക് ടൈമും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ ഉപയോഗിച്ച് ടൈം കണ്ടുപിടിക്കുന്നത്. അടുത്തത് ഗ്രാഫ്. നമ്മൾ ഫസ്റ്റ് സീറോ ഓർഡറിൽ ഒരു ഗ്രാഫ് പഠിച്ചു. ഇതിൽ നോക്കിക്കേ, സ്ലോപ്പ് എന്താണ്, നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഇന്റർസെപ്റ്റ് എന്താണ്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ അറ്റ് സീറോ ടൈം ആണ്. ഇവിടെ കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ ടൈം ആണ്. ഇത് ഇത്ര ഉറപ്പാണല്ലോ. ഇനി ഈ ഗ്രാഫ് നോക്കിക്കേ, ഇവിടെ ടി ആണ്, ഇവിടെ ലോഗ് ആണ്, മോളാർ കോൺസെൻട്രേഷന്റെ ലോഗ് ആണ്,
അവിടെ നമ്മൾ അതേ കണ്ട് ഇന്റർസെപ്റ്റിന്റെ കൂടെ ഒരു ലോഗ് ഉണ്ട്, സ്ലോപ്പ് സെയിം ആണ്. അപ്പൊ ആകെയുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ നാച്ചുറൽ ലൊഗാരിതം വരുന്നുണ്ട്. ഇതിന്റെ സെയിം സാധനത്തിൽ ഇവിടെ എന്ത് വരുന്നുണ്ട്? ln, ഇവിടെയും ഒരു ln, ബാക്കിയൊക്കെ സെയിം ആണ്. ഇതാണ് ഫസ്റ്റ് ഓർഡറിന്റെ ഫസ്റ്റ് ഗ്രാഫ്. പ്ലോട്ട് ബിറ്റ്വീൻ LNR ആൻഡ് T ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ സെയിം ആണ്. സീറോ ഓർഡറിന്റെ ആകെ എന്ത് എക്സ്ട്രാ വന്നു? ln എക്സ്ട്രാ വന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഗ്രാഫ് സിമ്പിൾ ആണ്, കാരണം ആദ്യം തന്നെയാണ്. സെക്കൻഡ് ഗ്രാഫ് നോക്കിക്കേ, നമ്മൾ ലോഗ് എടുക്കുകയാണ്. ലോഗ് വാല്യൂ എടുത്തു കഴിയുമ്പോൾ R0/R എന്താണ്? അറ്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, തുടക്കത്തിലുള്ളത്, പിന്നെ ടൈമിലുള്ള R വേഴ്സസ് ടൈം വരുമ്പോൾ സ്ലോപ്പ് എന്തായി? K/2.303 ആയി. K/2.303 അതാണ് ഇതിന്റെ സ്ലോപ്പ്. അപ്പൊ ഇപ്പം ഒരു ഗ്രാഫില് സ്ലോപ്പ്, അപ്പൊ ഇവർ പറയാ അക്കോർഡിംഗ് ടു പ്ലോട്ടിംഗ് ഓഫ് ലോഗ് R0/R വേഴ്സസ് ടൈം ഫോർ എ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ എന്നൊന്നും പറയില്ല, ഫോർ എ റിയാക്ഷൻ ആൻഡ് സ്ലോപ്പ് ഇതാണെന്നൊക്കെ തന്നാൽ നിങ്ങൾ എഴുതില്ലേ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന്? അപ്പൊ ഇതിൽ എന്ത് എഴുതണം? ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ MCQല് ഈ ഗ്രാഫുകളിൽ എന്തും ചോദിക്കാം. എന്നിട്ട് ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ചോദിക്കും, ഇതിന്റെ സ്ലോപ്പ് ഏതാന്ന് ചോദിക്കും, ഗ്രാഫ് മാത്രം തന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനും പറയും. സോ യു ഹാവ് ടു ബി തെറോ അബൌട്ട് ഈ ഗ്രാഫ്. ഈ ഗ്രാഫ് വളരെ സിമ്പിൾ ആണ്. കോൺസെൻട്രേഷൻ ടൈം R0, സ്ലോപ്പ് എന്താണ്? -K, അഥവാ K is equal to നെഗറ്റീവ് സ്ലോപ്പ്. താഴോട്ട് പോകുന്നതുകൊണ്ട് നെഗറ്റീവ് സ്ലോപ്പ് എന്നാ പറയുക. ഇതേ കോൺസെപ്റ്റ് ആണ് ഇവിടെയും. ആ രണ്ട് ഗ്രാഫുകൾ തെറ്റിപ്പോകരുത്. ഇവിടെ നാച്ചുറൽ ലോഗ് ln ആണ്, ഇവിടെ ലോഗ് ആണ്. ln ലോഗ് ആയപ്പോഴാണ് 2.303 ആയത്. ഇത് നെഗറ്റീവ് സ്ലോപ്പ് ആണോ? അല്ല. അതുകൊണ്ട് ഇവിടെ എന്തില്ല? നെഗറ്റീവ് ഇല്ല. അത് ഈ രണ്ടെണ്ണം എന്തായിരിക്കണം? തെറോ ആയിരിക്കണം. കാണാതെ പഠിക്കരുത്, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇവിടെ തന്നെ നമ്മുടെ ഇക്വേഷനിൽ നിന്ന് കണ്ടോ, ln A at molar concentration of 0 at time t kt, ഇതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഗ്രാഫ്സ് വന്നിരിക്കുന്നത്. അടുത്ത ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് വേഴ്സസ് ദ സീറോ ഓർഡർ കൈനറ്റിക്സ്. ഇതിൽ നോക്കൂ, സീറോ ഓർഡർ റെഫേഴ്സ് ടു ദ കെമിക്കൽ റിയാക്ഷൻ whose rate of the reaction does not depend upon the reactant concentration. ഓൾറെഡി പഠിച്ചില്ലേ, സീറോ ഓർഡർ കൈനറ്റിക്സിൽ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യില്ല? റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഇത് ഡിപ്പെൻഡ് ചെയ്യില്ല. ആകെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? K മാത്രമാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗ്രാഫ് ഓഫ് ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം. റിയാക്ടന്റ് കോൺസെൻട്രേഷനും ടൈമും മാത്രമുള്ളത് എന്താണ്? ലീനിയർ ഗ്രാഫ് ആണ്. അവിടെ റേറ്റും കോൺസെൻട്രേഷനും ടൈമും മാത്രമേ ഉള്ളൂ. കോൺസെൻട്രേഷനും ടൈമും മാത്രമേ ഉള്ളൂ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും ടൈമും. റിയാക്ടന്റ് ഇവിടെ നോക്കുന്നത് കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് ആണ്. ടൈമും കോൺസെൻട്രേഷനും താഴോട്ട് കുറഞ്ഞു വരികയല്ലേ. നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ മുന്നോട്ട് പോകുന്നതോറും റിയാക്ട് ചെയ്യുന്നതിന്റെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ലീനിയർലി ഇത് ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ് ഈ ഫസ്റ്റ് സീറോ ഓർഡറിന്റെ കാണുന്ന സീറോ ഓർഡർ ഗ്രാഫ്, കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ്. റിയാക്ഷൻ ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. ഈ റിയാക്ടന്റ് കോൺസെൻട്രേറ്റിൽ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. നമ്മൾ നേരത്തെ പഠിച്ച K മാത്രമാണ് വരുന്നത്. അതിന്റെ കൂടെ എന്ത് വരുന്നില്ല? കോൺസെൻട്രേഷൻ വരുന്നില്ല. റേറ്റ് ലോ ഇൻക്ലൂഡ്സ് ഓൺലി ദ റേറ്റ് കോൺസ്റ്റന്റ്. Kനെ മാത്രമാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിലേക്ക് വന്നേ. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് refers to the chemical reaction whose rate of the reaction depends on the molar concentration of the reactant. നമ്മൾ പഠിച്ചു, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോളാർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റേറ്റ് കോൺസ്റ്റന്റ് ഒപ്പം തന്നെ. ഇവിടെ K മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവിടെ എന്തുണ്ട്? Kയും Cയും ഉണ്ട്. സീറോയില് K മാത്രം, ഫസ്റ്റില് Kയും Cയും ഉണ്ട്, കോൺസെൻട്രേഷനും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ഇനി നമ്മൾ ഗ്രാഫ് ഓഫ് ദ റിയാക്ടന്റ് വരയ്ക്കുമ്പോൾ അത് എന്ത് ചെയ്യും? കേർവ്ഡ് ഗ്രാഫ് ആയിരിക്കും. കേർവ്ഡ് ഗ്രാഫ് ആണ്. റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ആണ്. അതുപോലെ റേറ്റ് ലോ ഇൻക്ലൂഡ്സ് ദ റേറ്റ് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. റേറ്റ് കോൺസ്റ്റന്റ് K മൾട്ടിപ്ലൈഡ് ബൈ ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ C മൾട്ടിപ്ലൈഡ് ബൈ ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ C. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സും സീറോ ഓർഡർ കൈനറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഒന്നും കൂടെ ഓർത്ത് വെച്ചോണം. സീറോ ഓർഡറിൽ റിയാക്ടന്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ടന്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് 4 ഗ്രാഫ് ആണ് വിച്ച് ഇസ് നോട്ട് ദർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ്. അല്ലെങ്കിൽ പറയുന്ന പോലെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് വിച്ച് ഇസ് നോട്ട് ദർ. നമുക്ക് CUT എക്സാംസിന് മൾട്ടിപ്പിൾ ഗ്രാഫ്സ് ഏത് ടൈപ്പിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. ഈ ടൈം മുകളിൽ പോവും, ഈ കോൺസെൻട്രേഷൻ താഴെ വരും, ഈ വര അങ്ങോട്ടായിരിക്കും ഇങ്ങോട്ടായിരിക്കും, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. സീറോ ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ ഇത് ഏത് ഓർഡർ ആണോ, പക്ഷെ ഗ്രാഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, റേറ്റും കോൺസെൻട്രേഷനും തമ്മിൽ എങ്ങനെയാണ് ബന്ധം, കോൺസെൻട്രേഷൻ ടൈമും തമ്മിൽ എങ്ങനെയാണ് ബന്ധം, റേറ്റും കോൺസെൻട്രേഷനും തമ്മിൽ എങ്ങനെയാണ് ബന്ധം. ഇങ്ങനെ
ചിന്തിക്കുക. അതിനുവേണ്ടിയാണ് ഈ കോൺസെപ്റ്റ്സ് നമ്മൾ തെറോ ആയിരിക്കണം. കോൺസെൻട്രേഷൻസ്, ഈ ഇക്വേഷൻസ്, കോൺസെപ്റ്റ്സ് തെറോ ആണെങ്കിൽ മാത്രമേ അവരെങ്ങനെ ഗ്രാഫ് ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കറക്റ്റ് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ഈ രണ്ട് ഗ്രാഫും സീറോ ഓർഡറിന്റെ ഈ ഗ്രാഫും മാത്രം കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഇഫ് ദേ ആർ നോട്ട് ആസ്കിങ് ദിസ് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് എന്ത് പറ്റും, നമുക്ക് അവിടെ ഉത്തരം കിട്ടാതാവും. അതേസമയം വളരെ ബേസിക് സാധനമായിരിക്കും അവരോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക, ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനെ ഒന്ന് ചിന്തിച്ചാൽ അത് സീറോ ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ എന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര കറക്റ്റ് ആക്കി വൃത്തിക്കും. അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾസിനാണ് പലതരത്തിലുള്ള ഗ്രാഫ് നോക്കുക. നിങ്ങൾ ഇവിടെ പഠിച്ച ഒരു സ്ട്രെയിറ്റ് രണ്ട് ഗ്രാഫിന് പകരം കേർഡ് ഉണ്ട്, ലീനിയർലി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല ഡിപ്പെൻഡൻസ് വരുമ്പോൾ പല ടൈപ്പ് ആയിരിക്കും സീറോ ഓർഡറിലും ഫസ്റ്റ് ഓർഡറിലും വരിക. പക്ഷെ ഇവിടെ പഠിക്കേണ്ട ബേസിക് സാധനം എന്താണ്, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഡയറക്ട്ലി പ്രപ്പോർഷണാലിറ്റിയുടെ കൂടെ തന്നെ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ എന്നും വരുന്നുണ്ട്, അതും മൾട്ടിപ്ലൈ ആവുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഓർഡറും സീറോ ഓർഡറും തമ്മിലുള്ള ബേസിക് വ്യത്യാസങ്ങൾ. ഇത്ര തരമാണല്ലോ. നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാണ്, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. നമ്മൾ ആദ്യം ഇനിഷ്യലി കുറച്ച് കോൺസെൻട്രേഷൻ എടുക്കും, അത് പകുതി ആവാൻ വേണ്ട സമയം. നിങ്ങളുടെ കയ്യിൽ ഒരു 100 മുട്ടായി തന്നു, അത് 50 മുട്ടായി ആവാൻ നിങ്ങൾക്ക് എടുക്കുന്ന സമയം, അതാണ് നമ്മൾ ആ പെർട്ടിക്കുലർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആദ്യം തരുന്നതിന്റെ പകുതി ആവാൻ എത്ര ടൈം വേണം, അതാണ് നമ്മൾ ഈ ഹാഫ് ലൈഫും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Half life of a reaction is the time in which the concentration of the reactant is reduced to 1/2 of its initial concentration. അവസാനം വരുമ്പോൾ അതിന്റെ പകുതിയിൽ എത്താൻ എത്ര സമയം എടുക്കുന്നു, എത്ര ടൈം എടുക്കുന്നു, അതാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ടി ഹാഫ് എന്നാ പറയാ, ടി ഹാഫ് എന്നാണ് അതിൽ നമ്മൾ ഉദ്ദേശിക്കുക. ഇതിൽ തന്നെ നമ്മൾ രണ്ടെണ്ണത്തിന്റെയും പഠിക്കും, സീറോ ഓർഡറിന്റെയും പഠിക്കും, ഫസ്റ്റ് ഓർഡറിന്റെയും പഠിക്കും. കാരണം ഈ ലോകത്ത് നടക്കുന്ന റിയാക്ഷൻസിന്റെ എല്ലാം ഹാഫ് ലൈഫ് സെയിം അല്ല. 100 മുട്ടായി 50 മുട്ടായി ആവാൻ എടുക്കുന്ന സമയമല്ല വേറൊരു 100 സാധനം 50 ആവാൻ എടുക്കുന്ന, അല്ലെ? അതിൽ പല 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 ഡിഫറെന്റ് സംഭവങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇപ്പൊ തന്നെ ഇവിടെ നോക്കിയേ, സീറോ ഓർഡർ റിയാക്ഷൻസിൽ ഉള്ളതുപോലെ ആയിരിക്കില്ല ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന്റെ ഹാഫ് ടൈം പോകുക. ഓരോന്നും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ ആദ്യം സീറോ ഓർഡർ പഠിക്കാം. അപ്പൊ സീറോ ഓർഡറിന്റെ റേറ്റ് ഇക്വേഷൻ എന്താണ് നമ്മൾ എഴുതുമ്പോൾ, ആർ എന്താണ്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ അറ്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സീറോ ടൈമിൽ അത്, പിന്നെ ആ കോൺസെൻട്രേഷൻ എപ്പോഴും ടിയിൽ തന്നിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് അറ്റ് ടൈം ടി. ഇനി നമുക്ക് ഇതിനെ ഹാഫ് ലൈഫ് ഇക്വേഷനിലേക്ക് ആക്കണം. ഹാഫ് ലൈഫ് ഇക്വേഷൻ ആകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഫോർമുലയിൽ വരും, നിങ്ങൾ തന്നെ താഴോട്ട് വായിക്കാതെ പറഞ്ഞേ. ഈ ടി എന്താവും, ടി ഹാഫ് ആവില്ലേ? ഈ ആർ എന്താവും, 1/2 ആർ നോട്ട് ആവില്ലേ? എന്ന് വെച്ചാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി ആകാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആറിന് പകരം എന്ത് എഴുതാം, 1/2 ആർ നോട്ട് എഴുതിക്കൂടെ, അറ്റ് ഫസ്റ്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആക്കി എഴുതിക്കൂടെ? അതാണ് ഇവിടെ പറയുന്നത്, അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി ഹാഫ്. അതുപോലെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ എടുത്ത് കഴിയുമ്പോൾ 1/2 എടുത്തിട്ട് ആർ ഈ തുടക്കത്തിലെ പകുതി, അതാണ് ഇവിടെ വരിക. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ മാറ്റി എഴുതുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, ആർ നോട്ട്, കണ്ടോ ഈ ആർ നോട്ട് വന്നു, മൈനസ് വന്നു, ഈ പകുതി, ഈ ഇനിഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, ഈ ഹാഫ് ആർ സീറോ വന്നു, താഴെ ടി ഹാഫ് വന്നു, ടൈമിന് പകരം ടി ഹാഫ് വന്നു. അപ്പൊ നോക്ക്, ഈ ആർ ഈ ടി ഹാഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കേണ്ടത്, കെ അല്ല. അപ്പം ഈ ടി ഹാഫിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും, LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകും, കണ്ടുപിടിക്കേണ്ട ചോദ്യമാക്കി ടി ഹാഫിനെ നിർത്തുന്നു. അപ്പൊ ടി ഹാഫിനെ അങ്ങനെ നിർത്തി കഴിയുമ്പോൾ ഇപ്പുറത്ത് എന്ത് വന്നു, ആർ നോട്ട് അഥവാ മോളാർ കോൺസെൻട്രേഷൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അറ്റ് ടൈം 0, അത് മാത്രമാണ് ഇവിടെ വരിക. അതിനുശേഷം ഈ 1/2 2 താഴെ പോയി, കെ താഴെ ഉണ്ട്. അപ്പം ആർ മൈനസ് ആർ സീറോ മൈനസ്, കണ്ടോ ഇതിന്റെ 1/2 എന്താണ്, ഡിനോമിനേറ്ററിലേക്ക് പോയി, അങ്ങനെ അവിടെ 2 കെ താഴെ ഉണ്ടായിരുന്നു, 2k ആയി. മുകളിൽ എന്ത് മാത്രം ബാക്കി, ആർ സീറോ മാത്രം ബാക്കി. അപ്പം നോക്ക്, ഈ ടി ഹാഫ് ഇസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ ആർ അറ്റ് ടൈം 0, തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. 100 മുട്ടായെങ്കിൽ അവിടെ 100 ബൈ 2k. എന്താണ് ഈ കെ, റേറ്റ് കോൺസ്റ്റന്റ്. ആ പെർട്ടിക്കുലർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിനെയാണ് നമ്മൾ 2k എന്ന് പറയുന്നത്. അപ്പം ഈ ടി ഹാഫ് ഓഫ് ദ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്, ആണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിനെയൊക്കെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടി ഹാഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഇനിഷ്യൽ മോളാർ കോൺസെൻട്രേഷൻ. ഇതിനെ നേരിട്ടാണ് ബന്ധം, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് ഈ കോൺസെൻട്രേഷൻ കൂടിയാൽ ടി ഹാഫ് കൂടും, ഈ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ
ടി ഹാഫും കുറയും. മനസ്സിലായോ? ഡയറക്ട്ലി പ്രപ്പോർഷണൽ പറഞ്ഞാൽ ഞാൻ കൂടിയാൽ നീയും കൂടും, നീ കുറഞ്ഞാൽ ഞാനും കുറയും. അതാണ് ഈ ഡയറക്ട്ലി പ്രപ്പോർഷണാലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൊട്ട് താഴെ എന്തായി? 2k റേറ്റ് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് ബൈ 2. റേറ്റ് കോൺസ്റ്റന്റ് മാത്രമല്ല, റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇരട്ടി ആയിട്ടാണ് പ്രപ്പോർഷണാലിറ്റി. അവിടെ എന്ത് പ്രപ്പോർഷണാലിറ്റി ആണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഡിനോമിനേറ്റർ ഉള്ളതുമായിട്ട് എന്താണ് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ന്യൂമറേറ്ററിൽ ഉണ്ടായാൽ അത് ഡയറക്ട്ലി പ്രപ്പോർഷണലും ആണ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ടുള്ള 2kനെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് നമ്മൾ പറഞ്ഞു ഹാഫ് ലൈഫ്. അപ്പൊ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് കൂടിയാൽ ടി ഹാഫ് കുറയും, റേറ്റ് കോൺസ്റ്റന്റ് കുറഞ്ഞാൽ ടി ഹാഫ് കൂടും. അതാണ് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 1, 2, 3 കൺക്ലൂഷൻസിലേക്ക് എത്താം. ഒന്നെന്താണ്? ഡിപ്പെൻഡിങ് ഓൺ മോളാർ കോൺസെൻട്രേഷൻ. ഏത് മോളാർ കോൺസെൻട്രേഷൻ? റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തുടങ്ങിയപ്പോൾ ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു. ഞാൻ കൂടിയാൽ നീയും കൂടും. അതാണ് മുകളിലുള്ളവരെ തമ്മിൽ ഒരേ ബന്ധമാണ്. കൂടുന്നു, ഇവിടെയും കൂടുന്നു, ഇവിടെ കുറയുന്നു, ഇവിടെയും കുറയുന്നു. അതേസമയം താഴെ ഇരിക്കുന്ന ആൾ, ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ആൾ ആരാണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റിനെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല, റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 2k ആയിട്ടാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ അത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എങ്ങനെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ? ഞാൻ കുറഞ്ഞാൽ നീ കൂടും, നീ കൂടിയാൽ ഞാൻ കുറയും. അപ്പം അവർ തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇത്രയും കൺക്ലൂഷൻ ഈ സീറോ ഓർഡർ റിയാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് ഓർത്തിരിക്കുക, കാരണം നമ്മൾ ഇനി ഫസ്റ്റ് ഓർഡർ ഒക്കെ പഠിക്കും. അപ്പൊ ദിസ് ഷുഡ് ബി ഇൻ യുവർ ഹെഡ്. ലൈക്ക് ഒരിക്കലും മറന്നു പോകരുത്. നോക്കൂ, it is clear that the half-life reaction time for a zero-order reaction is directly proportional to the initial concentration of the reactants and inversely proportional to the rate constant. Inversely proportional to the rate constant ആണ്. അതേസമയം directly proportional എവിടെയാണ്? നോക്കൂ, initial concentration of the reactantsുമായിട്ട് എന്താണ്? directly proportional ആണ്. അടുത്ത നമ്മൾ ഹാഫ് ലൈഫ് റിയാക്ഷൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ എടുക്കുകയാണ്. ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ എന്താണ്? കെ. അതെന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റ് ലോഗ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ 2.303/t log r0/r ആണ്. log r0/r എടുത്തു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ടി ഹാഫ് കൺസിഡർ ചെയ്യാണ്. ടി ഹാഫ് ആവുക. അപ്പം r is equal to r0/2. അതായത് അവർ ആദ്യം തന്നിരിക്കുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്താവും? ഡിവൈഡഡ് ബൈ 2 ആവും. ഡിവൈഡഡ് ബൈ 2 ആയി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ അതിനെ എന്താക്കി എഴുതണം? r ഷുഡ് ബി r0/2 ആവും, ഇല്ലേ? അപ്പൊ ഈ ഫോർമുല എങ്ങനെ വരും? റേറ്റ് കോൺസ്റ്റന്റ് k is equal to 2.303 ഇവിടെ എന്ത് വരും? ടി ഹാഫ് വരും. ലോഗ് എന്താവും? r0/2. ഈ r0 എന്ന് പറയണ്ട, അത് ഞാൻ എളുപ്പത്തിൽ ഇവിടെ പറയാൻ വേണ്ടിയിട്ട്, കാരണം സീറോ ടൈമിലുള്ള ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, തുടക്കത്തിലുള്ള കോൺസെൻട്രേഷൻ. അപ്പൊ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റില്ലല്ലോ, മോളാർ കോൺസെൻട്രേഷൻ അറ്റ് ഇനിഷ്യൽ ടൈം ഡിവൈഡഡ് ബൈ. അതുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾ r0 എന്നോ r0 എന്നോ പഠിക്കുക. പക്ഷെ അതല്ല കറക്റ്റ് ആയിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സീറോ ടൈമിലുള്ള മോളാർ കോൺസെൻട്രേഷൻ. അതിനാണ് നമ്മൾ r എന്ന് പറയുക. അതിനുശേഷം ഇവിടെ നമ്മൾ നോക്കൂ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ r0/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. r0/2. അപ്പൊ ഇക്വേഷൻ ഡിഫറൻസ് മനസ്സിലായാലോ? ഇവിടെ ബേസിക്കലി ഒരു സീറോന്റെ കുറവുണ്ട്, അത് നമ്മൾ എഴുതുന്നു. അതായത് ഈ r പകരം r0/2 എന്നാ വരിക. അപ്പൊ ഈ r0 വെട്ടിപ്പോയില്ലേ? സെയിം ക്വാണ്ടിറ്റി അല്ലേ? വെട്ടിപ്പോകുമ്പോ ഇവിടെ ആര് മാത്രം ബാക്കി? log 2 മാത്രം ബാക്കി. ഡിനോമിനേറ്ററിലുള്ളത് മുകളിൽ പോകും, അതായത് log 2 എന്നാ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി 2 താഴെ അല്ലേ എന്ന് വിചാരിക്കരുത്. r0/2 ഡിനോമിനേറ്ററിന്റെയും ഡിനോമിനേറ്റർ ആണ്. അതിപ്പോ മുകളിലല്ലേ പോവുക, ന്യൂമറേറ്ററിലല്ലേ വരിക. അതുകൊണ്ട് നമ്മൾ k മാറ്റി എഴുതുമ്പോൾ 2.303 ടി ഹാഫ് log 2 എന്ന് മാത്രമാണ് വരിക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടി ഹാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഹാഫ് ലൈഫ് ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഈ കേനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ, കേനെ നമ്മൾ താഴെ കൊണ്ടുവരുന്നു. ടി ഹാഫ് മാത്രമാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. ടി ഹാഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറ്റും? ഈ ടി ഹാഫിനെ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ബാക്കി അതുപോലെ നിലനിൽക്കുകയാണ്. നിലനിന്ന് കഴിയുമ്പോൾ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303/k log 2. log 2 എന്താണ്? 0.301. നമ്മുടെ CUET എക്സാംസിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അവർ തരും, ചിലപ്പോൾ തരില്ല. അതുകൊണ്ട് log 1, log 2, log 3, പിന്നെ log 5, log 10 ഇങ്ങനെയുള്ള ബേസിക് 3-4 ലോഗുകൾ പഠിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെയുള്ള നമുക്ക് ഇപ്പൊ കാണാതെ പഠിച്ചുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ചെയ്ത് ഇതൊക്കെ തലയിൽ ഉറക്കും. പക്ഷെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരൊരു തിരിച്ചോ മറിച്ചോ ഒരു ചോദ്യം വന്നാൽ, ലോഗ് അതിൻ്റെ അകത്ത് വന്ന് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തണമെങ്കിൽ ഈ ഇങ്ങനത്തെ വാല്യൂ നമുക്ക് അറിയണം. അതുകൊണ്ട് log 2, log 3, log 4, log 5ഉം പിന്നെ 10 അങ്ങനത്തെ ലോഗൊക്കെ ഒന്ന് ബേസിക് ആയിട്ടുള്ളത് പഠിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ 2-3 നമ്പർ ആയിരിക്കും, അത് 2-3 വായിക്കുക, തലയിൽ നിൽക്കും. അതിനെ ലോഗ് പഠിച്ചുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക.
അപ്പൊ ഈ നമ്മള് എന്താണ് അടുത്ത സിംപ്ലിഫൈ ചെയ്യാണ്. അപ്പൊ 2.303/k ഇൻറ്റു log 2 ആണ് കേട്ടോ. അപ്പൊ 0.301 ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.693/k കിട്ടി. 0.693/k കിട്ടി. അപ്പൊ ഈ ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ ഈ പറയുന്നത് എന്താണ്? 2.303 ചെയ്യുമ്പോൾ 0.301 കിട്ടി. എന്ത് കിട്ടി? 301 കിട്ടി. അപ്പം ഇത് പഠിച്ചിരിക്കണം. അതായത് ഇത്രയും നമ്മൾ താഴോട്ടുള്ളതൊന്നും എന്ത് ചെയ്യണ്ട, അവിടെ പോയിരുന്നു നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, അവിടെ പോയി നമുക്ക് ഇത് ഓർത്തെടുക്കാൻ പറ്റില്ല. അവിടെ എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ പഠിച്ചുകൊണ്ട് പോവാം. ഇത് നോക്കിയേ, 369 അല്ലെ 693. 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ 369, which is 693. അത് ഓർഡറിലല്ല, ഇത് എന്തായാലും കാണാതെ പഠിച്ചിരിക്കുക. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ which is 0.693/k. ഇനി നമ്മൾ നേരത്തെ എത്തിയ കുറെ കൺക്ലൂഷൻ പോലെ നമുക്ക് ഇവിടെയും കുറച്ച് കൺക്ലൂഷനിലേക്ക് എത്തണം. അതിനുവേണ്ടി ഞാൻ പറയട്ടെ, ഇത് മാത്രം ഇവിടെ ഓർത്തിരിക്കുക. ഇത്ര എങ്ങനെ എത്തി എന്ന് അറിയാം, പക്ഷെ ബേസിക്കലി ഇതൊന്നും അല്ല എക്സാമിന് ചോദിക്കുക. ഇതിലേക്കൊന്നും എത്തേണ്ട കാര്യമില്ല, ഇത് പഠിച്ചുകൊണ്ട് പോവാ. ഇനി ഇങ്ങനത്തെ ഫസ്റ്റ് ബേസിക് ഇക്വേഷൻസ് എന്തായാലും ഓർമ്മയിൽ ഉണ്ടാകും. അപ്പം ഇത്ര അവിടെ ചെന്നിട്ട് എഴുതി ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. നമ്മൾ MCQs ആണ്, പെട്ടെന്ന് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇക്വേഷനിൽ എത്തി. അപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് ഇക്വേഷൻ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ കിട്ടുക? ഇവിടെ എങ്ങും മോളാർ കോൺസെൻട്രേഷൻ ഇല്ല. നമ്മൾ തുടങ്ങിയ R-ഉം R0 ഒക്കെ എവിടെ? അതൊന്നും ഇവിടെ ഇല്ല. അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഹാഫ് ലൈഫ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനില് മോളാർ കോൺസെൻട്രേഷനായിട്ട് യാതൊരു ബന്ധവും ഇല്ല. മോളാർ കോൺസെൻട്രേഷൻ എത്ര കൂട്ടിയാലും മോളാർ കോൺസെൻട്രേഷൻ എത്ര കുറച്ചാലും ഹാഫ് ലൈഫിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇവിടെ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? റേറ്റ് കോൺസ്റ്റന്റ് കെയിനെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കെയിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഈ മോളാർ കോൺസെൻട്രേഷൻ കൂട്ടിയാലും കുറച്ചാലും ഡിപ്പെൻഡ് ചെയ്യില്ല പറഞ്ഞു. അതുകൊണ്ട് കെ എന്തായിരിക്കും? മെജോറിറ്റി കേസിൽ ഇത് കോൺസ്റ്റന്റ്, ലൈക്ക് ഒരു റിയാക്ഷൻ അത് എന്തായാലും ഉണ്ടാകും. അപ്പൊ ഒന്നുകൂടെ പറയാം, ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/k. 0.693/k. ഇനി ഇതെന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. നേരത്തെ നമുക്കൊരു 2k ഉണ്ടായിരുന്നു, ഇവിടെ 2 ഇല്ല, k മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടെ ആരും ഇല്ല, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. k കുറഞ്ഞാൽ ഇതും കുറയും, ഇത് കൂടും, ഇത് കൂട്ടിയാൽ ഇത് കുറയും. ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. മുകളിൽ എന്ത് മാത്രം? ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. It can be seen that for the first order reaction, half-life period is constant. അതായത് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടിങ് സ്പീഷീസ്. ഇവിടെ കണ്ടോ, ഇതിനെ യാതൊരു തരത്തിൽ ഇത് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റേറ്റ് കോൺസ്റ്റന്റിനെ മാത്രമേ ഉള്ളൂ. ഈ റേറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഓൾറെഡി അവിടെ എന്തുണ്ടാവും? കണ്ടുപിടിച്ച് വെച്ചിട്ടും ഉണ്ടാവും. നോക്കൂ, ദ ഹാഫ് ലൈഫ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ഇസ് റെഡ്ലി കാൽക്കുലേറ്റഡ് ഫ്രം ദ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് വൈസ് വേഴ്സ. കെ തന്നാൽ ടി ഹാഫ് കണ്ടുപിടിക്കാം, ടി ഹാഫ് തന്നാൽ കെ കണ്ടുപിടിക്കാം. ഇത് വളരെ ബേസിക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. മെജോറിറ്റി കേസിലും എന്ത് ചെയ്യും? MCQൽ ചിലപ്പോൾ ഇങ്ങനെ തരും, ദ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇതാണ് എന്ന് തരും. എന്നിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ന്യൂമറിക്കൽ ആയിരിക്കും തരിക. അതിൽ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ ഒരു പക്ഷെ കേടതായിരിക്കും. ടി ഹാഫ് അല്ലേ തന്നിട്ടുള്ളൂ, അവിടെ കെ തന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ടി ഹാഫ് തന്നാൽ കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. കെ ഇങ്ങോട്ടാക്കുക. അപ്പൊ കെ ഇസ് ഈക്വൽ ടു 0.693/t half ആയി. മനസ്സിലായോ? അങ്ങനെ ഈ ബേസിക് ഇക്വേഷൻസിൽ ഒന്ന് നിങ്ങൾക്ക് കെയും ടി ഹാഫും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അതുപോലെ കെയും ടി ഹാഫ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ഇത് രണ്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവസാനത്തെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. കാണാതെ പഠിക്കാനല്ല, 3-4 തവണ നിങ്ങൾ ന്യൂമറിക്കൽസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻസ് എന്ത് ചെയ്യും? ഓർത്തിരിക്കും. അതിലേക്ക് പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഓർത്തിരുന്ന് കാണാതെ പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അത് തന്നെയല്ല, കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. കുറെ ഇക്വേഷൻസും ഉണ്ടാകും. അപ്പൊ അവസാനം എല്ലാം കൂടെ തെറ്റിപ്പോകും. ഈ 2 ഇവിടെയാണോ ഫസ്റ്റ് ഓർഡറിലാണോ എന്നും കൂടെ ഒക്കെ തെറ്റിപ്പോകും. അതുകൊണ്ട് കോൺസെപ്റ്റിലേക്ക് എത്തുക, മനസ്സിലായോ? അതല്ലാതെ കാണാതെ പഠിച്ചുകൊണ്ട് പോരുത്. അതിന് ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഇത് തലയിൽ ഉറക്കുക. അടുത്ത ഹാഫ് ലൈഫ് റിയാക്ഷൻസ് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൽ ഹാഫ് ലൈഫ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ് ഇനിഷ്യൽ കോൺസെൻട്രേഷനിൽ. അതേസമയം ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് റെഡ്ലി കാൽക്കുലേറ്റഡ് ഫ്രം ദ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻസ് ടി ഹാഫ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. കണ്ടോ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഇത് കണ്ടോ, ഇൻഡിപെൻഡന്റ്. മോളാർ കോൺസെൻട്രേഷനോട് യാതൊരു ബന്ധവും ഇല്ല, അവിടെ എന്താണ്? അത് ഇൻഡിപെൻഡന്റ് ആണ്. ഇത് ബോൾഡ് ആയിട്ട് കൊടുത്തിരുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്സ് ആണ് ഏറ്റവും നന്നായിട്ട് വായിച്ച് 2-3 തവണ വായിച്ച് ഇതിലെ ഓരോ വരിയും ഉറപ്പിക്കുക. 3-4 തവണ വായിച്ചു കഴിയുമ്പോൾ തന്നെ തലയിൽ നിൽക്കും. CUET
CUT ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് NCERT-ലെ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ്സും ഇതിലെ ഓരോ വാക്കും വാചകവും ഗ്രാഫ്സും മാത്രമാണ്. വളരെ ലെസ് എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ പുറത്തുനിന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റാദർ ദാൻ ഗോയിങ് ഫോർ ഡിഫറെന്റ് നോട്ട്സ്, നമ്മുടെ ഓരോ വെബ്സൈറ്റിലുള്ള പല പല നോട്ട്സും പല ബുക്സും റെഫർ ചെയ്യുന്നതിന് പകരം NCERT ഈസ് എ ബൈബിൾ. NCERT പഠിക്കുക, ഇതിന്റെ ഓരോ ലൈനും ശ്രദ്ധിച്ച് വായിക്കുക. NCERT ബുക്കിലെ ക്വസ്റ്റ്യൻസ്, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെഷ്യലി ഇൻടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിന്റെ ചാപ്റ്ററുകളുടെ ഉള്ളിൽ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇരുന്ന് സോൾവ് ചെയ്യുക. അങ്ങനെ മിക്കവാറും ഇതൊക്കെ തന്നെയാവും ചോദിക്കുക. അതിൽ നോക്കൂ, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കാണാതെ പഠിക്കരുത്. കാണാതെ പഠിക്കരുത് എന്ന് വെച്ച് ഇത് പഠിക്കാതെ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ഇത്രയും കാണാതെ പഠിച്ചിട്ട് പോയാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഇത് എന്തൊക്കെ എവിടെയൊക്കെ എഴുതുന്നു നിങ്ങൾക്ക് അറിയാവേ. ഇതൊന്നും തലയിൽ നിൽക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കോൺസെപ്റ്റിൽ നമുക്ക് പോവാം. സീറോ ഓർഡർ റിയാക്ഷൻ, അതിനെന്താവും? റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുന്നു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുന്നു. അതിപ്പോ ഏത് റിയാക്ഷൻ ആണെങ്കിലും റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവും. ഇത് രണ്ടും ഓക്കെ ആണ്. അവസാനം നോക്കുക, യൂണിറ്റ്സ് ഓഫ് ദ കെ. ഈ കെയുടെ യൂണിറ്റ്സ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു. എന്താണ് യൂണിറ്റിന്റെ കെയിൽ വരിക? കോൺസെൻട്രേഷൻ ടൈം അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിൽ എന്താണ്? സെക്കൻഡ് റേസ് ടു -1. ഇനി സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ, ഏത് ഓർഡർ അല്ല ലക്ഷങ്ങൾ ചോദിച്ചാലും കെ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് അവിടെ പഠിച്ചതാണ്. അവിടെ ഇത് കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. അത് n-ന്റെ വാല്യൂ 0 ഇട്ടും n-ന്റെ വാല്യൂ 1 ഇട്ടും തന്നെ ഇത് കണ്ടുപിടിക്കുക ഏത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണെന്ന് യൂണിറ്റ്സിൽ. ഇനി ഹാഫ് ലൈഫ് ഇപ്പൊ പഠിച്ചു. R0/2Kയും ln2ന് പകരം നമ്മൾ എന്ത് പഠിച്ചത്? 0.693. അത് ln അല്ല, നമ്മൾ ലോഗ് ഇട്ടാണ് പഠിച്ചത്. ഇവിടെ ലോഗ് വാല്യൂ ഇട്ടാണ് നമ്മൾ ഇവിടെ പഠിച്ചത് ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ. നോക്കൂ, ലോഗ് വാല്യൂലേക്ക് നമ്മൾ log2 ആക്കി. ln2 ആക്കുമ്പോൾ ഈ 2.303 ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ln2 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്താണ് വരിക? 0.693/K. അപ്പൊ ഇവിടെ ln2/K എന്ന് പഠിച്ചുകൊണ്ട് പോയാൽ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ചോദിക്കാൻ നമുക്ക് അറിയില്ല. ചിലപ്പോൾ അവിടെ എന്തായിരിക്കും? ln2/K ആയിരിക്കും. ചിലപ്പോൾ അവിടെ എന്തായിരിക്കും? 0.693/K ആയിരിക്കും. ചിലപ്പോൾ അവിടെ എന്താ 2.303. ഈ സംഭവം കണ്ടോ? 2.303 പിന്നെ ആയിരിക്കും ln2 കിടക്കുക. അങ്ങനെ എങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചാൽ കാണാതെ പഠിക്കരുത്. നമുക്ക് സംഭവം അറിയണം, അത് എന്താണ് എന്ന് കണ്ടുപിടിച്ച് പോവാം. മനസ്സിലായല്ലോ? ഇനി സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ഇവിടെ എന്തിനാ വരുന്നത്? റിയാക്ടന്റ് വേഴ്സസ് പ്രോഡക്റ്റ്, റിയാക്ടന്റ് വേഴ്സസ് ടൈം നമ്മൾ ചെയ്യും. ഇവിടെ നമ്മൾ എന്തെടുത്തു? നാച്ചുറൽ ലോഗ് എടുത്തു. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് വരുന്നത്. ഇത് മൂന്നും ഓക്കെ ആയി, ഇത് രണ്ടും ഓക്കെ ആയി. ഇനി നോക്കൂ, ഡിഫറൻഷ്യൽ റേറ്റ് ലോ നമ്മൾ പഠിച്ചല്ലോ. d by concentration of the r, dr/dt is equal to -K, which is the negative slope. ഇവിടെ നമ്മൾ അതുപോലെ പഠിച്ചല്ലോ, dr/dt is equal to -K. അവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സീറോ ഓർഡറിൽ അത് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ഇവിടെ KC എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ അത് റിയാക്ടന്റ് ആണ്. കണ്ടോ? നമ്മുടെ കെമിസ്ട്രി എന്നല്ല, നമ്മൾ MCQs നമ്മളിപ്പം നോർമലി ബോർഡ് എക്സാംസിന് അപ്രൂവ് ചെയ്യുമ്പോൾ എന്തെഴുതിയാലും നമുക്ക് അവിടെ മാർക്കാണ്. കോൺസെൻട്രേഷൻ C ഇട്ടാലും D ഇട്ടാലും A ഇട്ടാലും R ഇട്ടാലും സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഏത് ലെറ്റർ ഇട്ടാലും ഒക്കെ മാർക്കാണ്. പക്ഷെ നമ്മൾ MCQന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് അവർ ഇങ്ങോട്ടാ തരിക? അതെന്താന്ന് നമുക്ക് മനസ്സിലാവണം. അവർ R തന്ന അത് റിയാക്ടന്റ് ആണ്. അവർ A തന്ന ആ റിയാക്ടന്റിനെ അവർ A ആയിട്ട് സിംബിളൈസ് ചെയ്തതാണ്. C തന്ന അത് കോൺസെൻട്രേഷൻ ആണ്. ഇങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ലെറ്ററിൽ ഇരിക്കേണ്ട. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഞാൻ പല ലെറ്റേഴ്സ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കും, ഇവിടെ ഞാൻ A to B എന്ന് ഉപയോഗിച്ചു, ഇവിടെ C ഉപയോഗിച്ചു, ഇവിടെ A to പ്രോഡക്റ്റ് ആയി, അപ്പൊ A P ആയി, ഇവിടെ K മാത്രമേ ഉള്ളൂ, ഇവിടെ A ആയി 0 ആയി. അതുപോലെ പിന്നീട് വരുമ്പോ A ഉപയോഗിച്ചു, പിന്നെ നമ്മൾ സ്ലോപ്പിന്റെ ഇവിടെ R ഉപയോഗിച്ചു. അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ. അപ്പൊ MCQൽ അവർ തന്നിട്ടുള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ പഠിച്ചത് C ആണ് നിങ്ങൾ R ആണ് തന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് മൾട്ടിപ്പിൾസ് അല്ലാതെ ഞാൻ പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, പ്രീവിയസ് ഇയർ എടുക്കുക, പല നോട്ട്സിൽ നിന്ന് എടുക്കുക. നോട്ട്സ് നിങ്ങൾ വളരെ കുറച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. പക്ഷെ ചെയ്യുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെയധികം കൂടുതലായിരിക്കണം. ചെയ്ത് ഫോർമുലാസ് തലയിൽ പതിയണം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പണ്ടത്തെ പഠിച്ച പോലെ A+B അല്ലെ C+D നമ്മൾ കാണാതെ പഠിക്കല്ലോ, നമ്മുടെ തലയിൽ ഉറച്ചു. നമ്മൾ പലതവണ അത് പ്രവർത്തിച്ചു. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒന്നും ഇപ്പൊ ആരും പഠിപ്പിക്കണ്ട. നമ്മൾ ചെയ്ത് ഉറച്ചതാണ്. അതുപോലെ ഈ പറയുന്ന റേറ്റ് ലോസും ഇക്വേഷൻസും ഒക്കെ ചെയ്ത് ഉറക്കുക. അല്ലാതെ കാണാതെ പഠിച്ച അയ്യോക്കെ ഇവിടെ ഇവിടെ എക്സാം രാവിലെ എഴുന്നേറ്റ് ഭ്രാന്താവാനല്ല. അതുപോലെ നമ്മൾ ഇന്റഗ്രേറ്റഡ് ലോയും നമ്മൾ പഠിച്ചു. എന്താണ്? KT is equal to R0. നമ്മൾ നേരത്തെ എങ്ങനെയാ പഠിച്ചത്? K is equal to ആണ് പഠിച്ചത്. T താഴെയായിരുന്നു. നോക്കൂ, ഇന്റഗ്രേറ്റഡ് ലോ നമ്മൾ പഠിച്ചപ്പോ എവിടെയായിരുന്നു? T താഴെ. ഈ ഇവിടെ ഇക്വേഷൻ T താഴെയിട്ട് നമ്മൾ പഠിച്ചു. T താഴെയായിരുന്നു. കണ്ടോ? സീറോ ഓർഡർ റിയാക്ഷൻ. ഇവിടെ വന്നപ്പോ അത് എന്തായി? KT എന്നായി. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇതല്ലല്ലോ ഞാൻ പഠിച്ചതെന്ന് ഓർക്കരുത്. T ഇപ്പുറത്ത് പോയി. ബേസിക് ഡിഫറൻസ് അവിടെ ഉണ്ടായുള്ളൂ. പക്ഷെ MCക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ചോദിക്കും. ഇത് ഇപ്പുറത്താവാം, അത് അപ്പുറത്താവാം. അതുകൊണ്ട് ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ അതിന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നോക്കണം നിങ്ങൾ പഠിച്ചത് എന്തെങ്കിലും ആണോ എന്ന്.
അതുപോലെ ഇവിടെ നോക്കൂ, R is equal to R0 e raised to minus KT. എന്താണ് e raised to minus KT? KT ഇവിടെ തന്നിട്ടുണ്ട്, നാച്ചുറൽ ലോഗ് R0/R. കണ്ടോ, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളും NCERT ബുക്കിൽ നിന്നാണ് ഇടുക, അല്ലാതെ നിങ്ങൾ പഠിച്ച നോട്ട് ഏതാ ബുക്ക് ഏതാന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് NCERT is the Bible. NCERT നിന്നായിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ പെർട്ടിക്കുലർ ടേബിൾ വൃത്തിക്ക് ഉറപ്പിക്കാൻ കാണാതെ പഠിക്കരുത്. സീറോ ഓർഡറിന്റെ റിയാക്ഷൻ, ഡിഫറൻഷ്യൽ റേറ്റ് ലോ, ഇത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ, ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് പഠിച്ച് ഉറപ്പിക്കാനല്ല. നിങ്ങൾ പല പല ക്വസ്റ്റ്യൻസ് ചെയ്ത് പല രീതിയിൽ അപ്രോച്ച് ചെയ്ത് വേണം ഇതെന്ത് ചെയ്യാൻ, ഉറക്കാൻ. യൂണിറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ 1 വരെ നിൽക്കണം എന്നില്ല, 3, 4, 5, 6 ഒക്കെ ചോദിച്ചെന്നിരിക്കും. അത് ഓർഡർ കണ്ടുപിടിക്കുക. അത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ പാർട്ട് 1 എടുത്ത് ഒന്നും കൂടെ എന്ത് കാണണം, യൂണിറ്റ്സ് ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് പാർട്ട് എടുത്ത് കാണുക. ഹാഫ് ലൈഫ് ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ, അത് ഓക്കെയാണ്. സ്ട്രേറ്റ് ലൈൻ ഞാൻ പ്ലോട്ടുകൾ പല ഗ്രാഫുകൾ ഞാൻ പറഞ്ഞു, ഓരോ ഗ്രാഫുകൾ പറഞ്ഞു. ഇവിടെ തന്നെ 4 ഗ്രാഫ്, ഇവിടെ 2 ഗ്രാഫ്, ഇവിടെ സീറോ ഓർഡറിന്റെ ഒരു ഗ്രാഫ്. ഈ ഗ്രാഫുകളൊക്കെ എന്തായിരിക്കണം, വ്യക്തമായിട്ട് തലയിലിരിക്കണം. അതും കാണാതെ പഠിക്കരുത്. ലൈൻ അങ്ങോട്ട് പോയി ലൈൻ ഇങ്ങോട്ട് വന്നു എന്നല്ല, അതിന്റെയും കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. അതിന്റെ ഗ്രാഫ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താ, എന്ത് കൂടി, എത്ര കുറഞ്ഞു, എങ്ങനെ കുറയുന്നു, നീ കൂടുമ്പോ ഞാൻ കൂടുന്നു, അത് എങ്ങനെ, ലീനിയർലി ആണോ അതോ എക്സ്പൊണൻഷ്യലി ആണോ, ഇതൊക്കെ നമ്മൾ ബേസിക്കലി മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നേരത്ത് അതിവിടെ പ്രത്യേകിച്ച് പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഗ്രാഫ്സ് പ്ലോട്ട് ചെയ്യുമ്പോഴും അവർക്ക് എന്തും ചോദിക്കാം, എന്ത് വേഴ്സസ് എന്ത് വേണോ ചോദിക്കാം. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ ചോദിക്കണം എന്നില്ല. അതുകൊണ്ട് അവിടെയും എന്തായിരിക്കണം, കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. അടുത്തതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്? റിയാക്ഷൻസ് വിച്ച് ആർ നോട്ട് ആക്ച്വലി ഓഫ് ദ ഫസ്റ്റ് ഓർഡർ. അത് ശരിക്കും ഫസ്റ്റ് ഓർഡർ അല്ല. ഇത് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും വ്യക്തമായിട്ടും പഠിക്കണം. കാരണം പേരിൽ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്നാണ്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു കാര്യത്തെ ആണെന്ന് പറയുക. അപ്പൊ ഈ സ്യൂഡോ ഫസ്റ്റ് 2 തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഫസ്റ്റ് ഓർഡർ ആണ് ബേസിക്കലി അത്, പക്ഷെ അത് പ്രവർത്തിച്ചു വരുമ്പോൾ ഫസ്റ്റ് ഓർഡർ ആവുന്നില്ല. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണ്, അത് ഫസ്റ്റ് ഓർഡർ അല്ല, പക്ഷെ ഫസ്റ്റ് ഓർഡറിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. അതാണ് ബേസിക്കലി രണ്ടാമത്തത്. രണ്ടാമത്താണ് നമ്മുടെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ പറയുന്നത്. എന്ത്, ദ റിയാക്ഷൻസ് വിച്ച് ആർ നോട്ട് ആക്ച്വലി ഓഫ് ദ ഫസ്റ്റ് ഓർഡർ. അത് ശരിക്കും ഫസ്റ്റ് ഓർഡർ അല്ല, പക്ഷെ അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർഡർ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 2 ഒക്കെ വരും. ബേസിക്കലി അത് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. അതിൽ തന്നെ എന്താണ്, ദേ ആർ നോട്ട് ആക്ച്വലി ഓഫ് ദ ഫസ്റ്റ് ഓർഡർ, പക്ഷെ അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് പഠിക്കുമ്പോൾ ഇതെന്തായാലും ഉറപ്പിക്കുക. കാരണം തിരിച്ച് ചിന്തിക്കരുത്. MCQയിൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, വാട്ട് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ചോദിച്ചിട്ട് ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടാവാം, ദ റിയാക്ഷൻസ് വിച്ച് ആർ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ബട്ട് ദേ ഡു നോട്ട് ബിഹേവ് സോ എന്ന് കാണിച്ചാൽ അതും ഇതും തെറ്റരുത്. തെറ്റായിട്ടുള്ളത് പഠിക്കരുതെന്നും നമ്മൾ പഠിച്ചിട്ട് പോകണം. അല്ലെ അവിടെ ചെല്ലുമ്പോൾ എന്ത് പറ്റും, കൺഫ്യൂഷൻ ആവും. അപ്പം ബേസിക്കലി എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്? ദ റിയാക്ഷൻസ് വിച്ച് ആർ നോട്ട് ആക്ച്വലി ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ബട്ട് ബിഹേവ് സോ. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ ചേഞ്ച്ഡ് കണ്ടീഷൻസ്. അവർ തമ്മിലുള്ള ചേഞ്ച്ഡ് കണ്ടീഷൻസ് ആർ കോൾഡ് ആസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. ഇനി എന്താണ് ഈ ചേഞ്ച്ഡ് കണ്ടീഷൻസ് നോക്കിക്കേ. ചേഞ്ച്ഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക, ഹൈഡ്രോളിസിസ് ഓഫ് ദ എസ്റ്റർ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. ഈ എക്സാമ്പിൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ആണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ പറഞ്ഞു NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസും അതിന്റെ കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ ആയിരിക്കും ചോദിക്കാം. അപ്പം ഇവിടെ തന്നെ നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ നോക്ക്, R is equal to K എസ്റ്റർ. എസ്റ്ററിന്റെ നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്, വെള്ളത്തിന്റെ കോൺസെൻട്രേഷനും ചെയ്യുന്നുണ്ട്. അപ്പം ഈ വാട്ടർ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഓർഡർ എഴുതി കഴിയുമ്പോൾ നോക്കിയ റേറ്റ് കോൺസ്റ്റന്റ് എന്തായി, 1, ഇവിടെ 1. മൊത്തത്തിൽ ഇത് എന്താണ്, 2 ആണ് അല്ലെ. ഇതെന്താണ്, സെക്കൻഡ് ഓർഡറിലാണ് ബേസിക്കലി വരേണ്ടത്. പക്ഷെ നമ്മൾ ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് എഴുതി നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ഇത് എന്തിന്, എസ്റ്ററിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് റേസ് ടു 0 എന്നൊരു സംഭവത്തിലേക്ക് പോകും. എന്തുകൊണ്ട്? ഹൈഡ്രോളിസിസ് ഓഫ് ദി ഈത്തൽ അസറ്റേറ്റ്. ഈ ഈത്തൽ അസറ്റേറ്റ് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യണം. ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് ബേസിക്കലി വെള്ളം ആഡ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. ചെയ്ത് കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ വാട്ടർ ഇസ് നോട്ട് കൺസിഡേർഡ് ഇൻ ദ കാൽക്കുലേഷൻ. ഈ കോൺസെൻട്രേഷൻ ഓഫ് ദ വാട്ടർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാൽക്കുലേഷൻ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഡസ് നോട്ട് ഗെറ്റ് ചേഞ്ച് മച്ച് വിത്ത് ടൈം. ടൈം പോകും തോറും വെള്ളം ഇതിൽ യാതൊന്നുമായിട്ട് ബാധിക്കുന്നില്ല. ആകെ എസ്റ്റർ എത്ര മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മാത്രമാണ് ഈ ഫൈനലി എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ബിഹേവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിനെ ഫോളോ ചെയ്യുക. പക്ഷെ നമ്മൾ എഴുതി നോക്കുമ്പോൾ അത് എന്താവും, സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ ബേസിക്കലി അവർ ഫസ്റ്റ് ഓർഡർ അല്ല, പക്ഷെ അവർ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. കണ്ടോ, അതാണ് ഈ പറയുന്ന
എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ ഇതാണ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഇത് തന്നെയായിരിക്കും ചോദിക്കുന്നെങ്കിൽ ചോദിക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ഹൈഡ്രോളിസിസ് പോലെയുള്ള വാട്ടർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആകെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഒന്നാണ് വാട്ടർ കോൺസെൻട്രേഷനെ പറ്റി. അപ്പൊ അങ്ങനത്തെ തന്നെ മറ്റൊരു ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഞാൻ പറഞ്ഞ പോലെ എന്താ ഫസ്റ്റ് ഓർഡർ ബട്ട് ബിഹേവ്സ് എന്നായിരിക്കും. പിന്നെ ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് അസോഷൻ റീസണിങ് ടൈപ്പ്. എന്താണ് അസോഷൻ പറയാം, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആർ നോട്ട് വിച്ച് ആർ ഓഫ് ആക്ച്വലി ഫസ്റ്റ് ഓർഡർ ബട്ട് ദേ ബിഹേവ് സോ, അതായിരിക്കും അസോഷൻ. റീസണിങ് ചിലപ്പോൾ ഇതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്ററിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ വെള്ളം കൂടുന്നത് കാരണമാണ്, അല്ല വെള്ളം ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ് റീസണും കറക്റ്റ് ആണ്. ഇതിന്റെ കാരണം എന്താണ്? അസോഷൻ ആണ്. എന്താ? ദർ ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. അങ്ങനെ ഇതിൽ നിന്ന് തിരിച്ചും മറിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. നോക്കൂ, ഹൈഡ്രോളിസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ എക്സസ് ഓഫ് ദ വാട്ടർ ആൻഡ് കോൺസെൻട്രേഷൻ ചേഞ്ച് ഓഫ് ദ വാട്ടർ ഇസ് നെഗ്ലിജിബിൾ പ്രാക്ടിക്കൽ. ചിലപ്പോൾ ഈ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എവിടെ വരിക? റീസണിംഗിൽ പോവുക. ഇതായിരിക്കും അസേർഷൻ ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് പറയുന്നത്. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്? ഓക്കെ ആണല്ലോ. ഇനി ഹാഫ് ലൈഫ് റിയാക്ഷൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് നമ്മൾ MCQ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ പാർട്ട് 1 പറഞ്ഞ പോലെ തന്നെ ആൻസറിൽ നിന്ന് ഓപ്ഷനിലേക്ക് വരാവൂ, ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് വരരുത്. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് പിന്നെ ഓപ്ഷൻ ഒക്കെ വായിച്ച് ഇതിൽ ഏതാണെന്നല്ല കണ്ടുപിടിക്കേണ്ടത്. മറിച്ച് നമ്മൾ ആദ്യമേ എന്ത് എഴുതി വെക്കണം? ഇതിന്റെ ആൻസർ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതിനുശേഷം മാത്രമേ ഓപ്ഷനിലേക്ക് വരാവൂ. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? 0.693/K. അതാണ്. ഇനി നമ്മൾ താഴോട്ട് നോക്കാം. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഡയറക്ട്ലി പോയിട്ട് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല ഹാഫ് ലൈഫ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ അല്ലേ? അതുകൊണ്ട് അത് എന്താണ്? തെറ്റാണ്. എ അല്ല എന്ന് മനസ്സിലായി. ഡയറക്ട്ലി പ്രപ്പോർഷണലും അല്ല, അങ്ങനെ ഇനിഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധമില്ല, ഒന്നുമില്ല, മനസ്സിലായി. രണ്ടാമത്തത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് എന്താണ്? K ആണ്. K യുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? അതെ. 0.693/K ആണ്. അത് കറക്റ്റ് ആണ്. അപ്പൊ ബി എന്താണ്? കറക്റ്റ് ആണ്. അവിടെ നിർത്തരുത്. സിയും ഡിയും വായിച്ചു നോക്കണം. ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. കറക്റ്റ് അല്ലേ? അതെ. ഇനിഷ്യൽ കോൺസെൻട്രേഷനെ യാതൊരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇൻഡിപെൻഡന്റ് ആണ്. അതും കറക്റ്റ് അല്ലേ? ബിയും സിയും കറക്റ്റ് ആയി. അടുത്ത ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് റേറ്റ് കോൺസ്റ്റന്റും അതെ, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്ക്വയർ ഉണ്ട് അല്ലെ? സ്ക്വയർ പ്രപ്പോർഷണൽ ആണോ? ഇവിടെ എവിടെ സ്ക്വയർ? ഇവിടെ 2 ഇല്ല, K ഇല്ല, ഒന്നുമില്ല. അതുപോലെ നമ്മൾ ഇവിടെ ഹാഫ് ലൈഫ് റിയാക്ഷന്റെ 0 ഓർഡർ പഠിക്കുമ്പോൾ ഇത് 2K ആണ്, അതായത് ഡബിൾഡ് ആണ്, അല്ലാതെ സ്ക്വയർ അല്ല. K⁻², 2K വ്യത്യാസമാണ്. ഒരിക്കലും തെറ്റിപ്പോകരുത്. ഇത് ഡബിളിംഗ് ആണ് റേറ്റ് കോൺസ്റ്റന്റ്. K⁻² വന്നാൽ മാത്രം എന്താണ്? K⁻2 ആണ്. മുകളിലാണ് 2 വരെ. ഇതിപ്പോ മുകളിലല്ല, കൂടെയാണ്. ഒപ്പം നിന്നാൽ അത് എന്താണ്? ഡബിളിംഗ് ആണ്. മുകളിൽ വന്നാൽ മാത്രമേ അത് സ്ക്വയർ ആവുള്ളൂ. അപ്പം ഒരു ഹാഫ് ലൈഫിലും എന്തില്ല? സ്ക്വയർ ഇല്ല. ഇവിടെ മാത്രം ഉണ്ട് ഒരു ഡബിളിംഗ്. അപ്പൊ ഈ ഉത്തരം എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഇവിടെ ബിയും സിയും ആയിരിക്കും കറക്റ്റ് ആവുക. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസിൽ ഒന്നിൽ കൂടുതൽ കറക്റ്റ് ഉത്തരം ഉണ്ടെങ്കിൽ അവിടെ തൊട്ട് താഴെ എന്തായിരിക്കും? A and B ആർ കറക്റ്റ്, A and C ആർ കറക്റ്റ്, ഓൾ ഓഫ് ദ അബവ് ആർ കറക്റ്റ്, അങ്ങനെ ആയിരിക്കും അതിന്റെ ഓപ്ഷൻസ് തരിക. അപ്പൊ ഇത് ഉറപ്പിക്കുക, വായിച്ചു നോക്കുക, അങ്ങനെ മാത്രം മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഫസ്റ്റ് വൺ കറക്റ്റ് ആയി, അന്ന് അത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ബാക്കി 3 വായിക്കാതെ പോകരുത്. റീഡ് ത്രൂ ഓൾ ദ ഓപ്ഷൻസ്. ഫസ്റ്റ് നമ്മൾ ആൻസർ എത്തി, ആൻസറിൽ നിന്നാണ് ഓപ്ഷനിലേക്ക്, ഓപ്ഷനിൽ നിന്നല്ല ആൻസറിലേക്ക്. ആൻസർ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക, എന്നിട്ട് അതുമായിട്ട് കറക്റ്റ് ആയിട്ട് പോകുന്നത് മാത്രം ചെയ്തു പോകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും? തെറ്റും. അടുത്തത് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് 20 minutes. How long will it take for 75% of the reaction to be completed? ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷന്റെ ഫസ്റ്റ് നമുക്ക് ടൈം തന്നിട്ടുണ്ട്. നോക്ക്, 20 minutes. ഇനി അവർ എത്ര പറയുന്നത്? 75% ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ആവണം. 75% ഓഫ് ദ റിയാക്ഷൻ അവിടെ എന്താവണം? കംപ്ലീറ്റ് ആകണം. ഫസ്റ്റ്, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ചിന്തിക്കണം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, 20 minutes ഉണ്ട്, 75% കംപ്ലീറ്റ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ 3 സാധനം കിട്ടിയല്ലോ. ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, ടൈം 20 ആണ്, 75% കംപ്ലീറ്റ് ആവണം. ഇത്രയാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പോവാം. ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, the relationship between the half-life and the fraction of reaction completed can be determined using the concept of successive half-life. എന്താണ് സക്സസീവ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ? ഒന്നിന് ശേഷം ഒന്നായിട്ട്. അതായത് നമുക്കിപ്പോ 25ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 100ന്റെ പകുതി 50, 50ന്റെ പകുതി 25, അതിലേക്ക് എത്തിയില്ലേ? അങ്ങനെ ഒന്നിന്റെ പകുതി കണ്ടുപിടിച്ച് പിന്നൊരു പകുതി കണ്ടുപിടിച്ച് അങ്ങനെ ഇപ്പൊ 5ലേക്ക് എത്തണം. അത് നമുക്ക് മറ്റു രീതി എന്താ? 20ൽ നിന്ന് 10ലേക്ക് വരാം, 10ൽ നിന്ന് 5ലേക്ക് വരാം. അപ്പൊ അത് 2 ഹാഫ് ലൈഫ് നമ്മൾ കൺസിഡർ ചെയ്തില്ലേ?
40 നിന്ന് 5 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 40 20 ഫസ്റ്റ് ഹാഫ് ലൈഫ് ആയി, 20 10 സെക്കൻഡ് ഹാഫ് ലൈഫ് ആയി, 10 5 തേർഡ് ഹാഫ് ലൈഫ് ആയി. അപ്പൊ അവിടെ 3 ഹാഫ് ലൈഫ് ഉപയോഗിച്ചു, നമ്മൾ 5-ലെത്തി. അതാണ് നമ്മൾ ഈ സക്സസീവ് ഹാഫ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എവിടെ മാത്രമേ പ്രാക്ടിക്കൽ ആവുള്ളൂ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിനാണ് പൊതുവെ ഇത് പ്രാക്ടിക്കൽ ആവുക. കാരണം അതിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ റിയാക്ഷൻ കോൺസെൻട്രേഷനോ ഒന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ചോദിക്കും 100 മുട്ടായി 50 മുട്ടായി ആവാൻ എടുക്കുന്ന അതേ സമയമാണോ 50 മുട്ടായി 25 മുട്ടായി ആവാൻ എടുക്കുന്നത്? അല്ലല്ലോ. മറ്റേടത്ത് 50 മുട്ടായി തീരണം, ഇപ്പുറത്ത് എന്താ 25 മുട്ടായി തീർന്നാൽ മതി. പക്ഷെ ഇവർ രണ്ടുപേരുടെ ഹാഫ് ലൈഫ് സെയിം ആവുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ കോൺസെൻട്രേഷനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, റേറ്റ് കോൺസ്റ്റന്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് 1,00,000 50,000 ആവാൻ എടുക്കുന്ന അതേ സമയമാണ് 2 1 എടുക്കുന്നത്. അത് എവിടെ മാത്രം? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ നമ്മൾ ഹാഫ് ലൈഫും റിയാക്ഷന്റെ ഫ്രാക്ഷനും ഹാഫ് ലൈഫും ആയിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് നമുക്ക് ആ കോൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, ഗിവൺ ഡേറ്റ, നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ അനലൈസ് ചെയ്യണം. ഹാഫ് ലൈഫ് ടി ഹാഫ് എത്രയാണ്? 20 മിനിറ്റ്സ് ആണ്. അതായത് ഫസ്റ്റ് തന്നിരിക്കുന്ന 100%, നമുക്ക് ഇവിടെ ഒരു പെർസെന്റേജിന്റെ കണക്ക്, അതെ 75 ആണ്. ഇപ്പൊ നമ്മൾ 100-ൽ നിന്നാ തുടങ്ങുക. ഫ്രാക്ഷൻ ഓഫ് ദ കംപ്ലീഷൻ 75% കംപ്ലീറ്റ് ആവണം. 75% കംപ്ലീറ്റ് ആവണം എന്ന് പറഞ്ഞാൽ 3/4 റിയാക്ടന്റ് യൂസ്ഡ് ആയിരിക്കണം. 4-1 മാത്രമേ ബാക്കി നിൽക്കാവൂ. 4-1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25% ആണ്. അപ്പൊ നമുക്ക് 25-ൽ എത്താൻ എത്ര ഹാഫ് ലൈഫ് വേണം, അല്ലെ അതിനുള്ള ടൈമാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 75 എന്ന് പറഞ്ഞാൽ 3/4 യൂസ് ചെയ്തു, ബാക്കി 1/4 ആണ് അവിടെ നിലനിൽക്കുന്നത്. ഈ 1/4-നെയാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്ക്, ഫസ്റ്റ് ഹാഫ് ലൈഫ്, ആദ്യത്തെ ഹാഫ് ലൈഫ് 100-ൽ നിന്ന് 50 ആവാനല്ലേ? 100-ൽ നിന്ന് നമ്മൾ തുടങ്ങി, അതിൽ നമ്മൾ 50-ൽ എത്തണം. അപ്പോഴെത്ര എടുത്തു? 20 മിനിറ്റ് എടുത്തു. ഇനി 50-ൽ നിന്ന് നമുക്ക് എത്ര ആവണം? 25 ആവണം. 25-നല്ലേ കണ്ടുപിടിക്കണ്ടേ? അതായത് 25 ബാക്കി നിൽക്കാവൂ. 25-ൽ എത്തുമ്പോൾ ബാക്കി 75 യൂസ് ആയി എന്നാണ് അർത്ഥം. ആ 75 യൂസ് ആവാൻ എടുക്കുന്ന ടൈമും 25 അവിടെ നിൽക്കാൻ ഉപയോഗിക്കുന്ന ടൈമും സെയിം അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഈ 50-ൽ എത്താൻ 20 മിനിറ്റ് എടുത്തു. അതുപോലെ 50 25 ആവാൻ വീണ്ടും എത്ര മിനിറ്റ് എടുത്തു? 20 മിനിറ്റ് എടുത്തു. അപ്പൊ 100-ൽ നിന്ന് തുടങ്ങിയ സാധനം 25 ബാക്കി നിൽക്കേ 75 അവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഈ 20 + 20 ചെയ്യുമ്പോൾ 40 ആയില്ലേ? അപ്പൊ ഇതിൽ 40 അല്ലേ ഉത്തരം? ഓപ്ഷൻ സി അല്ലേ ഉത്തരം? അപ്പൊ നമ്മൾ 100-ൽ നിന്ന് 50 ആയി, 50-ൽ നിന്ന് 25 ആയി. ഇനി ഇങ്ങനെ എന്ത് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, നമ്മളിങ്ങനെ സക്സസീവ് ഹാഫ് ലൈഫ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ എത്ര ഹാഫ് ലൈഫ് ഉപയോഗിച്ചു? ഫസ്റ്റ് ഹാഫ് ലൈഫ് ആയി, സെക്കൻഡ് ഉപയോഗിച്ചു. അങ്ങനെ സിൻസ് 2 ഹാഫ് ലൈഫ്സ് ആർ റിക്വയർഡ്, നമ്മൾ 2 ഹാഫ് ലൈഫ് വെച്ചിട്ട് 2 × 20 ആയി. ഇവിടുത്തെ ഒരു 20 ഇവിടുത്തെ 20, 20 + 20 ആയി. അങ്ങനെ 40 മിനിറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ എവിടെ എത്തി? 75 കംപ്ലീഷനിൽ എത്തി, അഥവാ 25 ബാക്കിയാക്കി. അപ്പം ക്വസ്റ്റനിൽ നോക്കുക, കംപ്ലീറ്റഡ് ആണോ, ബാക്കി നിലനിൽക്കേണ്ടതാണോ എന്നാണ് ക്വസ്റ്റൻ അനലൈസ് ചെയ്യുക, നല്ലോണം വായിക്കുക. അതാണ് ഫസ്റ്റ് ഹാഫ് ലൈഫും സെക്കൻഡ് ഹാഫ് ലൈഫും നമ്മൾ കണ്ടുപിടിച്ച് സക്സസീവ് ആയിട്ട് കൂട്ടി നോക്കുക. ഇതാണ് ഹാഫ് ലൈഫ്. ഇത് എവിടെ മാത്രം പ്രാക്ടിക്കൽ ആവുന്നേ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിലാണ് പൊതുവെ പ്രാക്ടിക്കൽ ആവുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു റേറ്റ് ലോ. ഇത് ജസ്റ്റ് ഫോർ ദ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇന്റഗ്രൽ ടൈം ടി വെച്ചും ഡിഫറൻഷ്യൽ കോൺസെൻട്രേഷൻ വെച്ചാണ് പോവുക. സീറോ ഓർഡറിലേക്ക് വരുമ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻസ് എന്താണ്? 0th പവർ ആണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് റിയാക്ഷൻ കോൺസെൻട്രേഷൻ വരുന്നില്ല, കെ മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. ഫസ്റ്റ് ഓർഡർ വരുമ്പോൾ എന്താണ്? കോൺസെൻട്രേഷനും കെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഫോം മനസ്സിലായല്ലോ? അതെ ഇങ്ങനെ. അടുത്തത് ഇന്റഗ്രേറ്റഡ് ഫോമിൽ എന്ത് വരുന്നുണ്ട്? ടി ആയിട്ടുള്ള ബന്ധം, ടൈം ആയിട്ടുള്ള ബന്ധമാണ്. ഗ്രാഫ്സ്, ഈ 2 ഗ്രാഫ്സും സീറോ ഓർഡറിന്റെ ഗ്രാഫ് വരച്ച് പഠിക്കുക, അതെങ്ങനെ വന്നു എന്ന് പഠിക്കുക. ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഈ ഫോർമുലാസ് വെച്ച് തന്നെ അത് പഠിക്കാം. അതിനുശേഷം ഗ്രാഫ്സ് ഇത് രണ്ടും. പിന്നെ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് വേഴ്സസ് ദ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ഇവിടെ ഇമ്പോർട്ടന്റ് എന്താണ്? സീറോ ഓർഡർ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. ഫസ്റ്റ് ഓർഡർ എന്താണ്? ദേ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോളാർ കോൺസെൻട്രേഷൻ. അതിന്റെ 4 ഗ്രാഫാണ്. 4 ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ 4 ഗ്രാഫും മറ്റേ 3 ഗ്രാഫ് 7 ഗ്രാഫ്. ഇനി നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ തിരിച്ചു മറിച്ച് വെച്ചാൽ നമുക്ക് എത്ര ഗ്രാഫ് വേണോ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതിനുശേഷം ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ എന്താവും? പകുതി ആവുന്ന ടൈമിനെയാണ് നമ്മൾ ഇനിഷ്യൽ കോൺസെൻട്രേഷന് ഹാഫ് ലൈഫ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സീറോ ഓർഡറിൽ നമ്മൾ പഠിച്ചു എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ബൈ 2k ആണ്. ഫസ്റ്റ് ഓർഡർ ആണ് 0.693/k ആണ്. ഇതാണ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ വരിക. ഇനി ഹാഫ് ലൈഫ് റിയാക്ഷന്റെ ടേബിൾ ഞാൻ പറഞ്ഞു. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ പാർട്ട് അപ്ലോഡ് ആയിട്ട് കഴിയുമ്പോൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ തന്നെ ബേസിക് MCQ തൊട്ട് അസോഷൻ റീസണിങ്ങും ന്യൂമറിക്കൽസും വരെ ഉണ്ട്. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എന്ത് മനസ്സിലാവും? കൂടുതൽ കോൺസെപ്റ്റ്സ് ക്ലിയർ ആവും, ഈ കൂടുതൽ സംഭവങ്ങൾ എന്താ മനസ്സിൽ ഉറയ്ക്കും. അതിനുശേഷം സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ NCERTസിൽ ഉള്ളത് കൊണ്ട് NCERT എക്സാമ്പിൾസ് എപ്പോഴും മനസ്സിലിരിക്കുക. അതെന്തായാലും ചോദിക്കാൻ സാധ്യത കൂടിയവയാണ്. ഈ പറയുന്ന
ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡറിലും ആയാലും ഗ്രാഫ്സ് ആയാലും എക്സാമ്പിൾസ് ആണെങ്കിലും ഒക്കെ കൂടുതൽ സാധ്യത NCERT-യിലുള്ള സെയിം എക്സാമ്പിൾസ് തന്നെയാണ്. പുറത്തുനിന്ന് അവർ എക്സാമ്പിൾസ് കൊണ്ടുവരുന്നതിനേക്കാളും കൂടുതൽ പ്രോബബിലിറ്റിയും എവിടെ നിന്ന് ചോദിക്കാനാണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ചോദിക്കാനാണ്. അടുത്തത് ഹൈഡ്രോളിസിസ് ഓഫ് ദ എസ്റ്റർ. ഈ എക്സാമ്പിളില് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കാരണമാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന്റെ പ്രവർത്തനം. അഥവാ അത് എന്താണ്, ആക്ച്വലി ഫസ്റ്റ് ഓർഡർ അല്ല, പക്ഷെ അവരങ്ങനെ ബിഹേവ് ചെയ്യും. ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഉത്തരത്തിലേക്ക് എത്തുക, അതിനുശേഷം മാത്രം ഓപ്ഷനിൽ പോയിട്ട് ഏതാന്ന് കണ്ടുപിടിക്കുക. ന്യൂമറിക്കൽ ഇത് സക്സസീവ് ഹാഫ് ലൈഫ് പോലുള്ളത് വെച്ചാണ് കണ്ടുപിടിച്ചത്. ഇനി അപ്പൊ നമ്മുടെ പാർട്ട് 3-ലും പാർട്ട് 4-ലും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് പാർട്ട് 3-ൽ പറയുക. പാർട്ട് 4-ല് കൊലിഷൻ തിയറി ഇച്ചിരി ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അതിന്റെ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. നോട്ട്സ് ഭയങ്കര ക്രിസ്പ് ആയിരിക്കും. നോട്ട്സിനുള്ളിൽ നിന്ന് നിങ്ങൾ ഫോർമുലാസ് മാത്രം കണ്ടുപിടിക്കുക. വേറെ നോട്ട്സ് ഒന്നും വേറെ എങ്ങൊന്നും നോട്ട് എടുക്കാതെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ ക്രിസ്പ് ആക്കുക. കോൺസെപ്റ്റ്സ് ഭയങ്കര ക്ലിയർ ആക്കുക. നിങ്ങൾ ഡെഫിനിഷൻസും വലിയ വലിയ പാരഗ്രാഫ്സും ഇന്റഗ്രേഷൻസും ഡിഫറൻസിയേഷൻസും വലിയ വലിയ ബോർഡ് എക്സാമിന് പോകുന്നത് പോലെയല്ല CUET-യുടെ എക്സാമിന് പോവുക. അപ്പൊ ഇത്തവണ CUET 2025-ൽ നമ്മൾ പറയുമ്പോൾ വളരെ ക്രിസ്പ് ആയിട്ട് പഠിച്ചിട്ട് പോവാ. കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കുക, ഗ്രാഫ് പഠിക്കുക, അല്ലെങ്കിൽ നമ്പേഴ്സ് പഠിക്കുക, ഡയഗ്രാംസ്, പിന്നെ ഈ പെർസെന്റേജ്, ഇക്വേഷൻസ്. ഇനം MCQ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കോൺസെപ്റ്റ് ഉണ്ടോ ടക്കടക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഉത്തരങ്ങൾ ചെയ്തു പോകാൻ പറ്റും. അല്ലാതെ ഇത് എങ്ങനെ എത്തി, ഇതിന്റെ ഡെഫിനിഷൻ എന്താ, ഈസില്ല വാസില്ല, ഇതൊന്നും അല്ല CUET-ൽ അവര് നോക്കുന്ന കാര്യം. കുട്ടിക്ക് കോൺസെപ്റ്റ് ഉണ്ടോ, തിരിച്ചും മറിച്ചും ഒരു ചോദ്യം ചോദിച്ചാൽ അത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് ബേസിക്കലി CUET-ൽ ചോദിക്കുന്ന ചോദ്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ നോട്ടും നിങ്ങൾ ഇതുവരെ എഴുതി പഠിച്ചതും ഒക്കെ നിർത്തി ക്വസ്റ്റ്യൻസ് ചെയ്ത് കോൺസെപ്റ്റ്സ് ഉറപ്പിക്കുക. ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ പെർട്ടിക്കുലർ ടേബിൾ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഇത് എന്ത് വേണോ എങ്ങനെ വേണോ ചോദിക്കാം. അതോടൊപ്പം തന്നെ പല ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പല ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് അല്ലെ പല ടൈപ്പിൽ തന്നെ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്ന കാണാം. ഈ അപ്പുറത്ത് പോയി ടി ഇപ്പുറത്ത് വന്ന് നോക്കിയിരിക്കുന്നതാണ്. പുതിയതായിട്ട് എക്സാം ഹാളിൽ വെച്ച് നമ്മൾ സാധനം കൊണ്ട് അയ്യോ ഇത് ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പോകും. പക്ഷെ നമ്മൾ പഠിച്ച ഇക്വേഷനെ തന്നെ അവർ തിരിച്ചോ മറിച്ചോ ചോദിച്ചതാവാം അത്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുക, പല ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ സോൾവ് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് നോക്കുക. കാരണം CUET തുടങ്ങിയിട്ട് ആകെ 1-2 വർഷം ആവുന്നുള്ളൂ. അതുകൊണ്ട് പ്രീവിയസ് ഇയർ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉള്ളത് തന്നെ മാക്സിമം ചെയ്തു പോവുക. പിന്നെ കൂടുതൽ ടെൻഷൻ അടിച്ച് നമ്മൾ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് അത്ര കഷ്ടപ്പെട്ട് വലിയ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ CUET-യുടെ യാതൊരു ബന്ധമില്ലാത്ത ഭയങ്കര ഡെപ്തിലുള്ള പുതിയ കാര്യങ്ങളോ ഒന്നും പഠിക്കണ്ട. NCERT-ലുള്ളത് വൃത്തിക്ക് മനോഹരമായിട്ട് പഠിച്ചിട്ട് പോവാം. അവിടെ ചെന്നിട്ട് അയ്യോ ഇതാണോ അതാണോ എന്ന് അവർക്കത്, എസ്പെഷ്യലി നമ്മുടെ ഗ്രാഫ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെ LN ഉണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ആണെന്നും LN ഇല്ലെങ്കിൽ ഇത് 0 ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനെ വളരെ ഇതിപ്പോ തിരിച്ചാ ചോദിക്കുന്ന ടൈം എവിടെയാണ്, ലോഗ് എവിടെയാണ്, അല്ലെങ്കിൽ ഈ ഗ്രാഫിൽ കോൺസെൻട്രേഷൻ എവിടെയാണ്, അങ്ങനെ വരുന്ന ഡിഫറൻസസും സോർട്ട് ചെയ്യണം. ഇത് ഞാൻ പഠിച്ചതാണ്, തിരിച്ചു ചോദിച്ചു എന്നതേ ഉള്ളൂ എന്നത് മനസ്സിലാക്കുക. അതുപോലെ കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് അസേർഷൻ റീസണിങ് ടൈപ്പ്. അസേർഷൻ തന്നു, റീസൺ തന്നു, ഇത് രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ ഈ പെർട്ടിക്കുലർ റീസൺ കൊണ്ടാണോ അസേർഷൻ കറക്റ്റ് ആയെന്ന് ചോദിക്കണമെങ്കിൽ, അല്ലെ നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം, അവിടെ ആ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. ഒന്നാണ് ഞാൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ചോദിക്കാം. എന്തേ നോക്ക്, ഗ്രാഫ് ഓഫ് റിയാക്ടിങ് കോൺസെൻട്രേഷൻ ഓഫ് ടൈം എസ് എ ലീനിയർ ഗ്രാഫ് എന്ന് പറയുക. ഇതായിരിക്കും ചിലപ്പോൾ അസേർഷൻ. റീസൺ ആയിട്ട് തന്നിട്ടുണ്ടാവുക ഈ പാരഗ്രാഫ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ കറക്റ്റ് റീസണിങ് ആണോ ഇത് എന്നറിയണമെങ്കിൽ നമുക്ക് ഈ കോൺസെപ്റ്റ്സ് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അങ്ങനെ അസേർഷൻ റീസണിങ് അറിയണമെങ്കിൽ വി ഹാവ് ടു ബി തേറോ അബൌട്ട് ദ കോൺസെപ്റ്റ്സ് ആയിരിക്കണം. അതിനാണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ചെയ്യാന്ന് പറയാം. അപ്പൊ പാർട്ട് 3-ല് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, അറീനസ് ഇക്വേഷൻ ഒക്കെ ആയിരിക്കും. നമുക്ക് അതിന് മുന്നേ ആയിട്ട് പാർട്ട് 2-ലെ നോട്ട്സ് ഞാൻ പറഞ്ഞ വളരെ ക്രിസ്പ് ആണ്. അതിലെ ഇക്വേഷൻസ് മാത്രം നോക്കി വിടുക. നിങ്ങളുടെ സ്വന്തം നോട്ട് ഉപയോഗിക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്യുക.